ഹലോ ഓൾ, വെൽക്കം ടു എക്സാം ബൈ യൂണിവേഴ്സൽ ജെഇ ചാനൽ. വാട്ട് ഇസ് ജെഇ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജെഇ മെയിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അവൈലബിൾ ആയിരിക്കും ആ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ജെഇ അഡ്വാൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ NITകളിലേക്ക്, ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസ് ആയിട്ടുള്ള NITകളിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി നമുക്ക് ജെഇ മെയിൻ എഴുതാം. അത് എഴുതിക്കൊണ്ട് നല്ലൊരു പെർസെൻറ്റേജ് സ്കോറോട് കൂടിയിട്ട് NITസിലേക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. എന്നാൽ അതിന് മുകളിലുള്ള ഇന്ത്യയിലെ തന്നെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന IITസിലേക്ക്, IIT മദ്രാസ് പോലെയുള്ള, IIT ഡൽഹി, IIT ബോംബെ, IIT കാൺപൂർ പോലെയുള്ള കോളേജുകളിലേക്ക് എങ്ങനെ അഡ്മിഷൻ നേടാം, അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്സാമാണ് ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ഞാനൊക്കെ എഴുതിയിരുന്ന ടൈമിൽ IIT ജെഇ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എക്സാം ആയിരുന്നു ഇത്. ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രം ഇത് എഴുതാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ അന്നില്ലായിരുന്നു. പക്ഷേ അന്നും ഇന്നും ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ്, വൺ ഓഫ് ദി ലോ സ്കോറിംഗ് എക്സാമിനേഷൻസ് ആണ്. നമുക്കൊക്കെ സ്കൂളിൽ 100 ഔട്ട് ഓഫ് 100 അല്ലെങ്കിൽ 90 ഔട്ട് ഓഫ് 100 ഒക്കെ കിട്ടി ശീലിച്ച് വന്ന ആളുകൾക്ക് ഈ എക്സാമിൽ ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് ആകെ ഒരു 30%ഓ 40% മാർക്കൊക്കെ ആയിരിക്കും ആകെ ഇതിൽ കിട്ടാൻ പോകുന്നത്. പക്ഷെ ആ ഒരു മാർക്ക് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലുള്ള IITകളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആണെന്ത് ജെഇഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിലേക്ക്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന എക്സാമാണ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് IITകളാണ്. നേരത്തെ നമ്മൾ ജെഇ മെയിൻ കണ്ടക്ട് ചെയ്തിരുന്നത് NTA ആണ്. പക്ഷേ ഇവിടെ അത് IITകളാണ്. ഓരോ വർഷവും സൈക്കിൾ ചെയ്തുകൊണ്ട് പല പല IITകളിലാണ് എന്ത് ചെയ്യുക, അവിടുത്തെ പ്രൊഫസേഴ്സാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതും ഈ എക്സാം മൊത്തത്തിൽ കണ്ടക്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനോ ഇൻ്റർഫിയർ ചെയ്യാനുള്ള പരിമിതി വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സിലബസ് മാറ്റാനോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്തായിരിക്കും, IITs തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത. ഇപ്പോൾ റീസെൻ്റ്ലി ജെഇ മെയിൻ്റെ സിലബസിലൊക്കെ ഒരുപാട് റിഡക്ഷൻ വന്നു, നീറ്റ് സിലബസിലും ഒരുപാട് റിഡക്ഷൻ വന്നു NTA കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൽ. എന്നാൽ ജെഇ അഡ്വാൻസ്ഡിൻ്റെ സിലബസ് കാലങ്ങളായിട്ട് തീരുമാനിക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ആര് തന്നെയാണ്, IITs തന്നെയാണ്. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ജെഇ മെയിൻ എഴുതി അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഏപ്രിലിൽ പബ്ലിഷ്ഡ് ആകും. ആ റിസൾട്ടിലെ ടോപ്പ് 2.5 ലാക്ക് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയുക, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുക. അത് കൂടാതെ കുറച്ച് ഫോറിൻ കാൻഡിഡേറ്റ്സിനും ഫോറിൻ സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ജെഇ അഡ്വാൻസ്ഡ് ആക്ച്വലി എഴുതാൻ പറ്റും. ഫോറിനിലും സെൻറ്റേഴ്സ് ഉണ്ട്, ജെഇ മെയിനും എന്താണ് ഇന്ത്യക്ക് പുറത്ത് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ജെഇ മെയിൻ എഴുതിയ ടോപ്പ് 2.5 ലക്ഷം കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 10 ലക്ഷം കുട്ടികൾ ജെഇ മെയിൻ എഴുതാൻ വരുന്നു, അതിലെ ടോപ്പ് 2.5 ലക്ഷം കുട്ടികൾക്ക് മാത്രമേ ജെഇ അഡ്വാൻസ്ഡ് എഴുതാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആൻഡ് ഇത് യൂഷ്വലി കണ്ടക്ട് ചെയ്യാറുള്ളത് ജൂൺ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് വീക്ക്, ആ ഒരു ടൈമിലാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഏപ്രിൽ ജെഇ മെയിൻ്റെ സെക്കൻഡ് സെഷൻ കഴിഞ്ഞിട്ട് മെയ് ലാസ്റ്റോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിലോ ആണ് യൂഷ്വലി ജെഇ അഡ്വാൻസ്ഡ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജാനുവരിയിൽ നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 5 മാസത്തോളം നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടും. കാരണം ബെസ്റ്റ് ഓഫ് 2 ആണ് ജെഇ മെയിൻ്റെ റിസൾട്ടായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഒരു 99% ജനുവരിയിൽ ഉണ്ടാക്കുന്ന ഒരു കുട്ടിക്ക് എന്തായാലും നല്ലൊരു NITയിൽ അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു കോൺഫിഡൻസോട് കൂടി അടുത്ത 5 മാസം ഈ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കാൻ പറ്റും. പേപ്പർ 1 2 പേപ്പറായിട്ട് ഒരു സിംഗിൾ ഡേ, രാവിലെ 3 മണിക്കൂറിൻ്റെ പേപ്പർ 1ഉം ഉച്ചയ്ക്ക് ശേഷം 2:30 3 മണിക്കൂറിൻ്റെ പേപ്പർ 2 ആയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഇതും എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ്. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. പണ്ട് ഫുൾ പെൻ ആൻഡ് പേപ്പർ മോഡായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇത് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. സിലബസ് ഒക്കെ അപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. ജെഇ മെയിൻ്റെ സിലബസ് കുറച്ച് റെഡ്യൂസ് ചെയ്തു. എന്നാൽ ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന എക്സാമിൻ്റെ സിലബസ് കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ സെയിം സിലബസ് ആണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. സബ്ജക്റ്റ് വൈസ് 10% മിനിമം സ്കോർ ചെയ്തിരിക്കണം. ഇതാണ് ജെഇ മെയിനിൽ നിന്നൊരു വ്യത്യാസം വരുന്നത്. ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾ മിനിമം 10% എങ്കിലും സ്കോർ ചെയ്തിരിക്കണം. ആൻഡ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 35% നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ എന്ത് ചെയ്യണം, ഇതിനൊരു കട്ട് ഓഫ് വരുന്നുണ്ട്, അത്രയും സ്കോർ ചെയ്തിരിക്കണം. ഇനി ഇത് കാറ്റഗറി വൈസ് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. OBC SC ST കാറ്റഗറിയിലൊക്കെ കട്ട് ഓഫ് എന്താണ് കുറച്ച് കുറയാറുണ്ട്. പക്ഷേ അറൗണ്ട് ഒരു 30-35% മാർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു സ്കൂളിലെ എക്സാമുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പക്ഷേ ഇതിൽ ഈ ഒരു 35% മാർക്ക് കിട്ടുക എന്നുള്ളത് എന്താണ്, കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. 2 മീഡിയത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എക്സാം എഴുതാം. യൂഷ്വലി എല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. പേപ്പർ പാറ്റേൺ ആൻഡ് മാർക്കിംഗ് സ്കീം ആർ എ സർപ്രൈസ്. അപ്പോൾ എല്ലാ വർഷവും ജെഇ മെയിൻ പോലെ നീറ്റ് ഒന്നും പോലെ ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ ഓഫ്
ഓഫ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മാർക്കിങ്ങോ ഒന്നല്ല ഉണ്ടാവുന്നത്, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ വരും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇപ്പോൾ 50 ചോദ്യം വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഓരോ വർഷവും പല രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ സെറ്റ് ചെയ്യുക. ഓരോ IIT-കളിലെ പ്രൊഫസേഴ്സാണ് സെറ്റ് ചെയ്യുന്നത്. വേൾഡിലെ തന്നെ അറിയപ്പെടുന്ന എക്സാമുകളിൽ ഒന്നാണെന്ത് JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് ആർക്കും അറിയില്ല. അത് ഓരോ വർഷവും ഡിഫറൻ്റ് ആണ്. MCQs വിത്ത് സിംഗിൾ കറക്റ്റ് ഓപ്ഷൻ വരും. അതാണ് യൂഷ്വലി എല്ലാ എക്സാമിലും ഉണ്ടാവാറുള്ളത്. MCQs വിത്ത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് വരും. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉള്ളത്, അതിൽ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസറുകൾ ഉണ്ടാവാം. 2 3 ചിലപ്പോൾ 4 അടക്കം ശരിയാവാം. അതിൽ തന്നെ പാർഷ്യൽ മാർക്കിംഗ് വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു 3 ആൻസറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം ചൂസ് ചെയ്താൽ അതിനുള്ള പാർഷ്യൽ മാർക്ക് അവർ തരും. ആ രൂപത്തിലുള്ള കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മാർക്കിംഗ് സ്കീമൊക്കെയാണ് ഇതിലുള്ളത്. ന്യൂമറിക്കൽ ടൈപ്പ് വരാറുണ്ട്, ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻഡിജർ ടൈപ്പ് ന്യൂമറിക്കൽ ടൈപ്പും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ ഇൻഡിജർ ടൈപ്പിൽ എപ്പോഴും 0 to 9 വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡിജർ മാത്രമായിരിക്കും ആൻസർ ആയിട്ട് വരിക. ന്യൂമറിക്കൽ ടൈപ്പിലാണെങ്കിൽ ചിലപ്പോൾ ഡെസിമൽസ് ഒക്കെ വന്നേക്കാം. മെട്രിക്സ് മാച്ച് ടൈപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പാസേജ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാറുണ്ട്, JEE അഡ്വാൻസ്ഡ് നമുക്ക് എല്ലാ വർഷവും കാണാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പല പാറ്റേൺ, പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് 3 സബ്ജക്റ്റുകളിലും JEE അഡ്വാൻസ്ഡ് എക്സാമിന് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ആൻഡ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മെയിൻലി IITs തന്നെയാണ്. ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളാണ്, ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളാണ് IIT-കൾ എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലും ക്യാമ്പസിൻ്റെ സൈസ് ആവട്ടെ, അവിടുത്തെ ഫെസിലിറ്റീസ് ആവട്ടെ, അവിടുത്തെ അക്കാഡമിക്സ് ആവട്ടെ, അവിടെ നിന്നും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ, അവിടുത്തെ പ്ലേസ്മെൻറ്റ്സ് ആവട്ടെ, ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സ്ഥാപനങ്ങളാണ് IITs. അതിൽ കറൻ്റ്ലി 17,000-ൽ കൂടുതൽ സീറ്റുകൾ IITs-ൽ അവൈലബിൾ ആണ്. അതിലേക്കുള്ള എക്സാമാണ് JEE അഡ്വാൻസ്ഡ്. അതുപോലെ ഐസറുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഐസറുകളും ഇന്ത്യയിൽ ഒരുപാട് അവൈലബിൾ ആണ്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ സ്കോർ നോക്കിയിട്ട് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, ഏഷ്യയിൽ തന്നെ സ്പേസ് ടെക്നോളജി പഠിപ്പിക്കുന്ന വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നാണ് IIST. നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് ഈ ഒരു ക്യാമ്പസ് ഉള്ളത്. അപ്പോൾ ഇതിലേക്കും അഡ്മിഷൻ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ സ്കോർ വഴിയാണ്. ആൻഡ് IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിട്ട് പല തവണ സെലക്ട് ചെയ്യപ്പെടുന്ന സ്ഥാപനമാണ്, ബാംഗ്ലൂരാണ്. അവിടേക്കും ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ. IIPE, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജിയിലേക്കൊക്കെ ഈ ഒരു എക്സാമിൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ എടുക്കാറുണ്ട്. ഇതുകൂടാതെ JEE അഡ്വാൻസ്ഡിൽ പലർക്കും അത്ര തന്നെ പരിചയമില്ലാത്ത മറ്റൊരു ടെസ്റ്റാണ് അവിടുത്തെ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നേരത്തെ നമ്മൾ NIT-കളിൽ ആർക്കിടെക്ചർ കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ചില IIT-കളിലും എന്തുണ്ട്, ആർക്കിടെക്ചർ കോഴ്സുകളുണ്ട്. അതിലേക്കുള്ള സെപ്പറേറ്റ് ടെസ്റ്റാണിത്, JEE അഡ്വാൻസ്ഡിൻ്റെ AAT എന്ന് പറയുന്ന ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇത് BARC കോഴ്സുകൾ എവിടേക്കാണ്, IIT റൂർക്കി, IIT ഖരഗ്പൂർ, അതുപോലെ തന്നെ IIT വാരാണസിയിലൊക്കെ ഉള്ള കോഴ്സുകളാണ്. അവിടേക്കൊക്കെയുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നോർമൽ JEE അഡ്വാൻസ്ഡ് എന്ത് ചെയ്യണം, ഇവർ അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിഫൈ ചെയ്യണം. അതായത് മിനിമം ക്വാളിഫയിങ് മാർക്ക് അവർ എന്ത് ചെയ്തിരിക്കണം, അതിൽ സ്കോർ ചെയ്തിരിക്കണം. ആൻഡ് ജൂണിൽ തന്നെയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇതൊരു 3 ഹവറിൻ്റെ സെപ്പറേറ്റ് എക്സാമാണ്. പെൻ ആൻഡ് പേപ്പർ മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, പെൻ ആൻഡ് പേപ്പർ മോഡായിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതണം. നേരത്തെ പറഞ്ഞ അഡ്വാൻസ്ഡ് എക്സാം എഴുതിയിട്ട് അതെന്ത് ചെയ്യണം, അത് ജസ്റ്റ് മിനിമം മാർക്ക് നേടിക്കൊണ്ട് ക്വാളിഫൈ ചെയ്യണം. ആൻഡ് ഫൈനലി ഈ ഒരു 3 ഹവറിൻ്റെ സെപ്പറേറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇതിലുള്ള ക്വസ്റ്റ്യൻസ്, ഇതിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ജിയോമെട്രി, ഡ്രോയിങ്, അതുപോലെ തന്നെ 3D ആസ്പെക്റ്റുകൾ, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, ഇമാജിനേഷൻ ആൻഡ് എസ്തെറ്റിക് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഒരു ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റിന് വേണ്ട അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിന് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിൽ മെയിൻലി ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ 2 വീഡിയോസോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, JEE എന്ന് പറയുന്ന ആ ഒരു എക്സാമിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ പാറ്റേൺ എന്താണ്, അതിലൂടെ നമുക്ക് ഏതൊക്കെ കോളേജുകളിലേക്ക് എത്താം, ഏതൊക്കെ കോഴ്സുകൾ പഠിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, സജഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് അറിയിക്കുക. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾ പാരൻസിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പല ആളുകൾക്കും സ്വപ്നമുണ്ട്, പക്ഷെ അതിലേക്കുള്ള വഴി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ വളരെ ലേറ്റ് ആയിട്ട് +2-ൻ്റെ എൻഡിലും അതുപോലെ റിപ്പീറ്റിങ്ങിനൊക്കെ പോയിട്ടാണ് പലരും ഈ എക്സാമിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറൗണ്ട് ഒരു 10th കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഒരു JEE ആസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, ഈ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ഒരു 10th എൻഡോട് കൂടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്നിട്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്മാർട്ടായിട്ട് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്.
സോ ഈ 2 വീഡിയോസും മുഴുവനായിട്ട് കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഇതുപോലെ JEE റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനൽ ഇനിയും വരാനിരിക്കുന്നുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള IIT-കളിലേക്കും NIT-കളിലേക്കും കേരളത്തിൽ നിന്നും ഇനി ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ നേടി എത്തുക തന്നെ വേണം. താങ്ക്